എന്തായാലും കണ്ണൂരിൽ ഈ DCC ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ആ SFI പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാനായി. പിന്നീട് KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും വൈകാരികമായി തന്നെയാണ് മുഹമ്മദ് ഷമാസും പ്രതികരിച്ചത്. അതായത് ഇനി അടുത്ത ദിവസങ്ങളിലും ഇതിന് മറുപടി ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രതിഷേധം. ഈ പ്രതിഷേധവും അല്ലെങ്കിൽ ഈ അതിക്രമ സംഭവങ്ങളൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്ന സൂചനയാണ് ഇപ്പോഴും ഈ പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാഗ്വാദങ്ങളും അതോടൊപ്പം വെല്ലുവിളികളും ഉണ്ടാകുന്നത്. തീർച്ചയായും രുചീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രാവിലെ ഉണ്ടായ സംഭവങ്ങൾ കരിങ്കൊടി കാണിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളായാൽ പോലും ഒരു അതിരുവിട്ട നിലയിലേക്ക് പ്രതിഷേധങ്ങൾ പോകുന്നു കണ്ണൂരിൽ എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ രാവിലെ മുതൽ പറയുന്നത് പോലെ വിവിധയിടങ്ങളിൽ ഏകദേശം 6ഓളം സ്ഥലങ്ങളിൽ ഇന്ന് മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതെല്ലാം സമാധാനപരമായി കഴിഞ്ഞു. അതിലാകെ പെരിങ്ങോത്ത് മാത്രമാണ് ഒരു സംഘർഷമുണ്ടായത്. DYFI പ്രവർത്തകർ യൂത്ത് ലീഗിൻ്റെ നേതാവിനെ മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം മന്ത്രി തിരിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. 3-ാം പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് പോകാനായി പോകുന്നതായിരുന്നു. 1-ാം പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ തന്നെ MC അതുൽ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തിയ 4ഓളം പ്രവർത്തകർ ചേർന്ന് കരിങ്കൊടി കാണിക്കുന്നു. ആ കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് പോലീസ് മന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നു. പിന്നീട് അതൊരു ഉന്തുന്തള്ളിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ഉന്തുന്തള്ളും ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് മന്ത്രി 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി അവിടെ ഇരിക്കുമ്പോഴാണ് മന്ത്രിക്ക് ഈ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ആ സമയത്ത് വന്ദേ ഭാരത് ട്രെയിനിന് പോകുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന സ്പീക്കർ AN ഷംസീറിനോട് ഇക്കാര്യങ്ങൾ പറയുന്നു. അത് പിന്നീട് മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നു. മന്ത്രി ആശുപത്രിയിലേക്ക് പോകുന്നു. അതിന് പിന്നാലെ CPIM-ന്റെയും DYFI-യുടെയും SFI-യുടെയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇത്രയുമാണ് ഇന്ന് സംഭവിച്ചത്. ഏതായാലും മന്ത്രി വീണ ജോർജ് ഇപ്പോഴും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ICU-വിൽ തുടരുകയാണ്. എക്സ്റേ പരിശോധനാ ഫലം ഉൾപ്പെടെ കാത്തിരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിൽ